ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. ഈ വീഡിയോ റെസനേറ്റ് ആവുന്നവർ മാത്രം ഈ വീഡിയോ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്, ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളടുത്ത് വരാത്തത്, അല്ലെങ്കിൽ വരുമോ, അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഒരു പ്രണയബന്ധത്തിൽ അകപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടിലാണിപ്പോൾ. ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ കുറേ കൂടി വിവേകപരമായി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്തെന്നാൽ, നിങ്ങൾ അത്രമാത്രം വേദനയോട് കൂടിയാണ് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ മാനസികമായി മാത്രമല്ല ശാരീരികമായും തളർത്തുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏകാന്തമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾക്കതിന് പറ്റുന്ന സാഹചര്യവുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാവരോടും ഒരുതരം ദേഷ്യവും വെറുപ്പും പോലെയാണ് നിങ്ങൾ പലരോടും പെരുമാറുന്നത്. നിങ്ങൾക്കൊന്നിനും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒന്നിനോട് നിങ്ങൾക്ക് ഒരു ശ്രദ്ധയില്ല, നിങ്ങൾക്കൊന്നിനോടും ഒരു താല്പര്യമില്ല, ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഒന്നിനും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന ഒരവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ബോൾഡായ ആളാണ്. വളരെ കുഴപ്പമില്ലാതെയാണ് നിങ്ങൾ പോകുന്നത്. കാരണം അത്ര വലിയ പെട്ടെന്നൊന്നും നിങ്ങൾ ഒരു ഹെർട്ട് ചെയ്ത് വീഴുന്ന ആൾക്കാരായിട്ടല്ല തോന്നുന്നത്. എന്നാലും പക്ഷേ ഈ സമയത്ത് നിങ്ങളിപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ വീഴുന്നത് പോലെയാണ്. നിങ്ങൾക്കെന്തോ ഒരു ഭാരം മനസ്സിനും ശരീരത്തിനും ഏറ്റതുപോലെ, നിങ്ങൾ വീർപ്പുമുട്ട് അനുഭവിക്കുന്നത് പോലെയാണ് ഇവിടെ മനസ്സിലാവുന്നത്. എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുത്തതുപോലെ, അല്ലെങ്കിൽ എല്ലാം നിങ്ങളുടെ ചുമലിലാണെന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക്, ഇത് പറയാൻ പറ്റാത്ത എന്തോ ഒരു ഫീൽ നിങ്ങൾ അഫക്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല രസകരമായ ഒരു പ്രണയമായിരുന്നു നിങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കതിൻ്റെ ഒരു നഷ്ടബോധം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ കരിയറിലായാലും നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിക്കാൻ പറ്റാത്തവരും ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ കരിയറിൽ പോകുമ്പോൾ അവിടെയും നിങ്ങൾക്ക് വലിയ ഒരു ഭാരം നിങ്ങൾ ചുമക്കുകയാണ്. ആ കരിയർ നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നുന്നവരുണ്ട്. മൊത്തത്തിൽ നിങ്ങളുടെ സമയം ശരിയല്ല എന്ന് തോന്നുന്നത് പോലെയാണ് ഇവിടെ മനസ്സിലാവുന്നത്. കാരണം എല്ലാം കൊണ്ട് നിങ്ങൾ അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പോലെയാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ തന്നെ വിചാരിക്കുകയാണ്, ഇതെന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഊർജ്ജമെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണോ, അപ്പോൾ എനിക്കിനി തിരിച്ച് വരാൻ കഴിയില്ലേ, ഞാൻ തിരിച്ച് കയറി വരില്ലേ എന്നൊക്കെ ഉള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് വന്നു തുടങ്ങി. എനിക്കെന്താണ് പറ്റിയതെന്ന് വരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, ഇതൊക്കെ വെറും തെറ്റായ നിങ്ങളുടെ ധാരണകളാണ്. നിങ്ങളിതിൽ നിന്നും റിക്കവറായി വരിക തന്നെ വേണം. നിങ്ങളിതിൽ നിന്ന് മുന്നേറി വരും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടില്ല. വിഷമിച്ചിരുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മുന്നേറി വരാൻ, എല്ലാ കാര്യത്തിലും തിരിച്ചു കയറി വരാനുള്ള ഒരു സമയം നിങ്ങൾക്കടുത്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ പോകും. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് പാഠം ഇപ്പോൾ കുറച്ച് നാളായിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, നിങ്ങൾ പാഠം പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളേറെക്കുറെ പേര് തിരിച്ചു കയറി വരിക തന്നെ ചെയ്യും.
അതുപോലെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും കടന്നു പോണത് ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് ദുഷ്കരമായ സമയത്തിലൂടെയായിരുന്നു നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നത്. അതായത് ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനുണ്ടായ കാരണം അതായിരിക്കാം, അല്ലെങ്കിൽ അവർ പോകാൻ തീരുമാനിച്ചത് അതുകൊണ്ടായിരിക്കും. എന്തോ നിങ്ങളുടെ ഒരു മോശം സമയമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ഇപ്പോൾ മുറിവേറ്റ ഹൃദയവുമായിരിക്കുന്നത് പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ആരോഗ്യവും എവിടെയോ നഷ്ടപ്പെട്ടതുപോലെയാണ് നിങ്ങൾക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് സന്തോഷകരമായ ഒരു വാർത്ത ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്, നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിൽ പോയപ്പോഴോ അല്ലെങ്കിൽ അവർ മിണ്ടാതെ പോയപ്പോഴോ ആരുടെത്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ ഏതൊരു രീതിയിലും നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിലൊന്നും അവർ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിൽ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വന്നാലും അവരൊരു തെറ്റ് ചെയ്തതായിട്ട് നിങ്ങളെ ഹൃദയം മുറിക്കുന്ന രീതിയിലൊരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ എനിക്ക് പറയാൻ തോന്നുന്നത്. നിങ്ങളുമായുള്ള പ്രണയം നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും അങ്ങനെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അവർ നിങ്ങളടുത്തേക്ക് വരാൻ ഉള്ള സമയമായി എന്ന് തോന്നുന്നു. ഇവിടെ കാണുന്നത് അങ്ങനെയാണ് എനിക്ക്. അഥവാ നിങ്ങളുടെ പങ്കാളി നിങ്ങളടുത്ത് വരികയാണെങ്കിൽ ഇതൊരു പുതിയ തുടക്കമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളത് അക്സെപ്റ്റ് ആക്കുന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും അത് അക്സെപ്റ്റ് ആവണമെന്നില്ലല്ലോ. എല്ലാവരും പോയിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്തെടുക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ തിരിച്ച് വരാനൊരു ശ്രമമുണ്ട്. അങ്ങനെ തിരിച്ച് വരുന്നവരാണെങ്കിൽ, ആ രീതിയിലെല്ലാം വരുന്നവരാണെങ്കിൽ ഇതൊരു പുതിയ ജീവിതമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവുക. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ലൈഫിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കി നിങ്ങൾ അനുഭവ പാഠം നിങ്ങൾ കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ നിങ്ങളിലും ആ വ്യക്തിയിലും രണ്ടാം ജന്മം എന്നൊക്കെ പറയുന്ന ഒരു ഫീലുണ്ടാവും. നിങ്ങൾക്ക് പരസ്പരം സുരക്ഷിതത്വവും സ്നേഹവും പ്രതിബദ്ധതയൊക്കെ കൂടുതലായിരിക്കും എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളായിരിക്കില്ല ശരിക്കും അടുത്ത് നിങ്ങളുടെ ലൈഫ്, അതായത് നിങ്ങൾ ഒരു ലൈഫിലേക്ക് പ്രവേശിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് അവരിതുവരെ വരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്കെന്തോ നിങ്ങളിൽ നിന്നും മറയ്ക്കാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ എന്തോ കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ളത് പോലെ ഒക്കെ തോന്നുന്നുണ്ട്. അത് നിങ്ങളോട് പെട്ടെന്ന് പറയാൻ അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ എന്തോ അവർ പറയുന്നില്ല. ആ ഒരു സാഹചര്യം വന്നപ്പോൾ നിങ്ങളടുത്ത് നിന്നും കുറച്ച് വിട്ടുമാറി നിന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ അവരോട് എന്തോ ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങളെന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള ഉത്തരം തരാൻ അവരുടെ കയ്യിൽ ഉണ്ടാവത്തില്ല. അതുകൊണ്ടായിരിക്കണം അവർ അങ്ങനെ മാറി നിന്നത്. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളടുത്ത് മടങ്ങി വരാൻ അവർക്ക് പ്രത്യേകമായ രീതിയിലുള്ള പദ്ധതികളൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിച്ചാണ് നിങ്ങളടുത്ത് വരാനെന്നവർ ചിന്തിക്കുന്നു. കാരണം കുറച്ച് നാൾ മാറി നിന്നതല്ലേ. അപ്പോൾ അതിൻ്റേതായ എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾക്ക് തരേണ്ടി വരും. നിങ്ങളത് വിശ്വസിപ്പിക്കേണ്ടി വരും. എന്തിനാണ് പോയതെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തിനും എക്സ്പ്ലനേഷൻ തരാതെ അവർക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം തരാൻ വേണ്ടി അവർ മാക്സിമം അവരാലോചിക്കുകയാണ്. വിശ്വാസയോഗ്യമായ രീതിയിൽ വേണം അവർക്ക് നിങ്ങളടുത്ത് വരാൻ. നിങ്ങളോടവർക്ക് ഇവിടെ അതിയായ മോഹമുണ്ട്. അവർക്ക് അത്രയും നിങ്ങൾ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വിട്ട് കളയാൻ കഴിയാത്തത്. അവർക്ക് വിട്ടു പോവാൻ താല്പര്യവുമില്ല. പക്ഷെ എന്തോ ഒരു കാര്യത്തിൽ അവർ വിട്ടു പോയി എന്നുള്ളത് സത്യം.
അവരിപ്പോൾ നിശബ്ദരായിരിക്കുന്നു. കാരണം നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെയാണ് അവർ നിശബ്ദരായിരിക്കുകയാണ്. അവരെക്കുറിച്ച് നിങ്ങൾക്കൊന്നും തന്നെ അറിയത്തില്ല. എന്നാലും നിങ്ങളോടുള്ള അവരുടെ ഉദ്ദേശം നല്ലതാണ്. അവർ നിശബ്ദമായി മാറിയിരുന്നാലും അവർക്ക് നല്ല ഉദ്ദേശമാണ്. നിങ്ങളോടുള്ള സ്നേഹത്തിന് അവർക്ക് ഒരു കുറവും വന്നിട്ടില്ല. നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളും അവരെ കാത്തിരിക്കുന്നത് പോലെ തോന്നുന്നു. കുറച്ചു പേരെങ്കിലും അവരെ വെയിറ്റിങ്ങിലാണ്. ഭൂരിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ തിരിച്ചു വരാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളില്ലാതെ ജീവിതം ഒരുപാട് മടുപ്പായിട്ടുണ്ട്. ഒരൊറ്റപ്പെടലൊക്കെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്ത് നല്ല ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പെട്ടെന്നാണ് ഒരു സഡൻ ബ്രേക്ക് വിടുന്നത് പോലെയാണ്. അപ്പോൾ അതവർക്ക് അവരുടെ പോയ കാര്യം ചിലപ്പോൾ എന്തെങ്കിലും ഓക്കെ ആവുകയോ ആവാതിരിക്കുക, അതിനെക്കുറിച്ച് എനിക്കറിയില്ല, അത് ഞാൻ നോക്കിയിട്ടുമില്ല. അപ്പോൾ എന്തോ അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ ആയി ആകെ ബുദ്ധിമുട്ടിലായിപ്പോയി അവർ. ആ ഒരു ഏകാന്തത അവരെ നല്ല രീതിയിൽ ഭയപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ നിന്നും അവർക്ക് റിലീഫ് കിട്ടാൻ എന്ത് വേണം? നിങ്ങളടുത്ത് വരണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള കഠിന അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് നിങ്ങളുമായിട്ട് പറ്റിച്ചേർന്ന് നിൽക്കാനും നിങ്ങളോടൊരു യാത്ര പോവാനും നിങ്ങളുമായിട്ടിപ്പോൾ സമയം സ്പെൻഡ് ചെയ്യാനും അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവരിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ്. കാരണം ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് സൂക്ഷ്മമായ വികാരമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അവർ നിങ്ങളെ വിട്ട് ഓടിപ്പോകാൻ സാധ്യതയേയില്ല എന്നാണ് തോന്നുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടാണ് അവരിനി തിരിച്ചു വരാൻ പോകുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ, അവർ നല്ല രീതിയിൽ മാനസിക പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. ഇനി അവർക്ക് അതനുഭവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് റിക്കവറായി തീരണം. അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത് എന്നാണ് എനിക്ക് ഈ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ മാക്സിമം റീഡ് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. ഇത് എല്ലാവർക്കും അത് ഓക്കെ ആവണമെന്നില്ല. ആവുന്നവർ മാത്രം ഇതൊരു ഗൈഡൻസ് ആയിട്ട് കരുതിക്കോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒരു ലൈക്ക് കൂടെ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.